വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പൊ ഇന്നത്തെ ലഞ്ച് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനിപ്പോ പുറത്തു പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. ഞാനിതിലൊന്നും കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് മൊത്തം ഓരോരുത്തർ കുക്ക് ചെയ്താണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് മീനാട്ടോ. അപ്പൊ നമുക്ക് വിളമ്പുമ്പോൾ കാണാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ 50% തവിടുള്ള നല്ല കൊത്തരി ചോറ്, കുറച്ച് ചോറ് വിളമ്പിയെടുക്കാം. ഇത് നമ്മൾ മാറ്റി. അപ്പൊ ഇനിയത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചാളക്കറി ഉണ്ട്. ഇതെന്താ പറയുക, നെയ്മീൻ കറിയാണ് കേട്ടോ. ഇത് ഇന്നലെ വെച്ച നെയ്മീൻ കറി, ഇന്നത്തെ ഫ്രഷ് നെയ്മീൻ കറി അല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പൊ നെയ്മീൻ കറി ഉണ്ട്, ചാളക്കറി ഉണ്ട്, പിന്നെ ഇതെന്താ അറിയോ, ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ബീറ്റ്റൂട്ട് ഉപ്പേരി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് കുറച്ച് ചിങ്ങപ്പേരി. പിന്നെ ഇത് എന്താ എന്താന്ന് പറഞ്ഞാൽ വാരി കൊഞ്ചോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താ, അത് ഉണങ്ങി മേടിച്ചെടുത്തേ. അത് കൊഞ്ച് വാരിയറോ, കുഞ്ഞു കഴുകി വാരിയത്, അങ്ങനെ എന്തോ ആണ് പേര്. അപ്പൊ അതെടുത്തിട്ട് അമ്മ വഴുതനങ്ങയുടെ കൂടെ, ഇവിടെ ഉണ്ടായ വഴുതനങ്ങ കേട്ടോ, അപ്പൊ അതിന്റെ കൂടെ അമ്മ ഒരു തോരൻ പോലെ ഉണ്ടാക്കിയതാണ്, ഒരു മെഴുക്കുരട്ടിയൊക്കെ പോലെ. അപ്പൊ ഇത് പാത്തുകൂട്ടൻ കഴിച്ചു. അപ്പൊ ഞാൻ പുറത്തുള്ളപ്പോൾ എന്റെ വീഡിയോ കോൾ വിളിച്ചോണ്ട് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പൊന്നിന് ഭയങ്കര ഇഷ്ടമായെന്നാ പറഞ്ഞേ. പിന്നെ ഒരു രസം അറിയോ, ചാളയ്ക്ക് കിലോ 340 രൂപ, മറ്റേ നമ്മുടെ ആവോലിക്ക് 300, നെയ്മീന് 250. ഇപ്പൊ ചാള അഹങ്കാരിയായി മാറി. പിന്നെ ചാളക്കുട്ടന്മാർ ഈ വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചാള വാങ്ങിയത്. അവർ നല്ല നാടൻ ചാളയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ പഴയ ആ ചാളയുടെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല ഇത് കഴിച്ചിട്ട്. ഇതും ഇന്നലെ വെച്ച കറിയാണ്, ഇന്ന് വെച്ച കറിയല്ല. ഇന്നലെ വെച്ച കറി ഇതൊക്കെ ബാലൻസ് ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കറി വേറെ വെക്കണ്ടെന്ന് പറഞ്ഞു. ഇത് നെയ്മീനാണ്. ദതിഷേൻ്റെ അമ്മ അവിടെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാണ്. നെയ്മീനും ചെറിയ നെയ്മീനാട്ടോ, വലിയ നെയ്മീനല്ല. അതുകൊണ്ടാണ് ഈ ചെറിയ റേറ്റിൽ കിട്ടണേ. ഇതിനും അത്ര വലിയൊരു സ്വാദുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല ഇന്നലെ കഴിച്ചിട്ട്. നെയ്മീനും അത് ചാളക്കറിക്കോ ഇതിനൊരു സ്വാദില്ലാത്ത പോലെ ഫീൽ ചെയ്തു. ഇനി അത് ചൂടാ. ഇതെവിടുന്നറിയാം, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഇന്നലെ ലുലുവിൽ പോയപ്പോൾ രാത്രിയാവുമ്പോൾ ഇല്ലേ, ലുലുവിൽ ഫുഡ് വില കുറച്ച് കൊടുക്കും. അത് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. നമ്മൾ ലുലുവിൽ ഹൈപ്പറിന്ന് ഫുഡ് മേടിച്ചു. അപ്പം ഞാൻ ക്യൂവിൽ നിൽക്കുമായിരുന്നു ഫുഡ് വാങ്ങാനായിട്ട്. അപ്പോൾ അത് ഒരു 200 അടുത്തെങ്ങാണ്ടാണ് ചിക്കൻ കറിയുടെ റേറ്റ് കണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു 10:30 കണ്ടായിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഇതെല്ലാം റേറ്റ് മാറ്റും. അപ്പോൾ ചെയ്താൽ എന്താ എടുത്ത് മാറ്റണേ വെച്ചു. നോക്കി ഇപ്പോൾ തീരാത്ത കറിയൊക്കെ 90, 100 വിൽക്കുക. അപ്പോൾ രാത്രി പോയാൽ നിങ്ങൾക്ക് ലുലുവിന് ബാക്കിയുള്ള കറി വില കുറച്ച് കിട്ടും. ഞാനത് ഇന്നലെ അറിഞ്ഞത്. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് വെറും 90 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ കറി മേടിച്ചു. കഴിച്ചൊന്നുമില്ല, വെറുതെ മേടിച്ചോളൂ. അപ്പോൾ അത് ഇന്ന് ചൂടാക്കി. അപ്പോൾ അതാ ചിക്കൻ വിളമ്പിയിട്ടുണ്ട്, നെയ്മീൻ വിളമ്പിയിട്ടുണ്ട്, ചാളക്കറി വിളമ്പിയിട്ടുണ്ട്, നമ്മുടെ കൊഞ്ചും വാരിയത്, വാരി കൊഞ്ചോ എന്തോ കുഞ്ഞു കൊഞ്ചാണേ, കുഞ്ഞു ചെമ്മീൻ, പൊടിച്ചെമ്മീൻ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു സ്പൂൺ അതിനാണ് ഇത്രയും ചെറിയ സ്പൂണാണേ. അച്ചിങ്ങുണ്ട്. ഇനി ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ബീറ്റ്റൂട്ട്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഞാൻ മാത്രമേ ഇനി കഴിക്കാനുള്ളൂ. അപ്പം അത് വിളമ്പിയിട്ടുണ്ട്. ഇനി ഇതല്ല, സോറി, മറപ്പേ, ഇത് മീനില്ലാത്ത മീൻ കറിയാണ് കേട്ടോ. ഇതും ഇന്നലെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ ബാലൻസ് ആണ്. ഇതിലെന്താ ഇട്ടേക്കണേന്ന് നോക്കട്ടെ. കപ്പയോ എന്തോ ആണ് ഇട്ടേക്കണേ, കപ്പയോ കായോ എന്തോ. അപ്പം അത് ഞാൻ ഒരു സ്പൂൺ, നല്ല ടേസ്റ്റ് അച്ഛൻ്റെ കറിക്ക്, അത് വിളമ്പിയിട്ടുണ്ട്. ഇനി അമ്മയുടെ പുളിയിഞ്ചി. സാധാരണ രീതിയിൽ ഇത്രയൊന്നും പുളിയിഞ്ചി ഇരിക്കാറില്ല കേട്ടോ. ഞാനും എൻ്റെ ബ്രദർ വിഷ്ണു ഉണ്ട്, ഞങ്ങൾ വെറുതെ പുളിയിഞ്ചി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അവൻ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് തൈര് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ടേ. അപ്പം ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, പാൽപ്പായസം. ഇപ്പോൾ ഒന്നും കൂടെ പാലൊക്കെ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ചൂടുണ്ട്. അപ്പം നമുക്കത് ലഞ്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അമ്മോട് പായസം വേണമെന്ന് പറഞ്ഞാൽ മതി, നല്ല സ്നേഹമുള്ള അമ്മയാണ്. അപ്പം അതിൻ്റെ പ്ലേറ്റ് നോക്കി ഫുൾ സെറ്റാണ്, പെട്ടെന്ന് കഴിക്കാം. ആദ്യം തന്നെ നമുക്കിത് ഈ സാധനം, അമ്മ ഇതിൻ്റെ പേരെന്താ ഞാൻ അന്ന് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? വാരി കൊഞ്ചോ, കുഞ്ഞു കൊഞ്ചോ, കൊഞ്ചു വാരിയതോ? നാരമീനൊന്നുമല്ല, ഒന്നുമല്ല, വേറെന്തോ ഒരു പേരായിരുന്നു. ഇനി ഞാൻ തന്നെ എൻ്റെ വ്ളോഗ് കണ്ടു നോക്കേണ്ടി വരും അതിൻ്റെ പേര് നോക്കണമെങ്കിൽ. കഴിക്കട്ടെ, ഇത് മാത്രം കഴിക്കാം. പൊന്നു പറഞ്ഞ് ഇങ്ങനെ കഴിക്കണം എന്നാ. അടിപൊളിയുണ്ട്. അപ്പം ആരെങ്കിലും ഈ തരിയുള്ള ഈ കണ്ട ഇത്രയും ചെറുതാണ്, കണ്ട കണ്ണടച്ച് വാങ്ങിക്കോ, സൂപ്പർ കേട്ടോ. അല്ലെങ്കിൽ ചെറിയ മീൻ ഭയങ്കര ഫ്ലേവറാണ്. സൂപ്പർ. എനിക്കൊന്നും വേറൊന്നും വേണ്ട.
നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ടും തൈരും. ഞാൻ എന്താണെന്ന് പറയുക, ഫിഷ് കറി കൂട്ടി കാണിക്കാത്ത അത്ര വലിയ സുഖമായിട്ടില്ല 2 ഫിഷ് കറി, കുഴപ്പമില്ലെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ബാക്കി വന്നത് ഇന്നത്തെ കറി. ഇതൊന്നും തീർത്തില്ലെങ്കിൽ അമ്മ നാളെ ഇത് വീണ്ടും ചൂടാ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേണ്ടെങ്കിൽ നമ്മൾ വാരി എടുക്കുക. ഒരു ചട്ടി മീൻ കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ. ബൈ ബൈ.